morning, students. അടുത്ത question ഇതാണ്. Solve the recurrence relation an plus 2 minus 6 an plus 1 plus 9 an equal to 7 into 3 raised to n. n greater than equal to 0. a not equal to 1. a1 is equal to 4. The second order non-homogeneous recurrence relation ആണ്. നമുക്കിത് സോൾവ് ചെയ്ത് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ an കണ്ടുപിടിക്കണം. അപ്പോൾ an കണ്ടുപിടിക്കാനായിട്ട് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ജനറൽ സൊല്യൂഷൻ an is equal to anh plus anb ആണ്. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടു ഫൈൻഡ് anh ആദ്യം കണ്ടുപിടിക്കാം. അതിനെന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. അപ്പോൾ an plus 2 6an plus 1 plus 9an equal to 0. Then write the characteristic equation. എന്തായിരിക്കും? ഇവിടെ an plus 2 ആണെങ്കിൽ ഇവിടെ ആദ്യത്തെ ടൈം r സ്ക്വയർ minus 6r an plus 1 is r plus 9 is equal to 0. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? r minus 3 the whole square is equal to 0. Therefore r is equal to 3. The roots are repeating. ഇവിടെ റൂട്ട്സ് റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ കേസ് 1 ആണ്. Therefore anh എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? anh എന്ന് പറഞ്ഞാൽ c1 plus c2n r raised r എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ 3 raised to n റൂട്ട് 3 raised to n. ഇതാണ് നമുക്ക് ഹോമോജീനിയസ് സൊല്യൂഷൻ കിട്ടുക. ഇനി അടുത്തൊന്ന് കണ്ടുപിടിക്കണം. ടു ഫൈൻഡ് anp. അടുത്ത anp കണ്ടുപിടിക്കണം. anp കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അസ്യൂം anp is equal to a into 3 raised to n. ഇവിടെ a into 3 raised to n എടുത്താൽ നമ്മുടെ ഹോമോജീനിയസ് സൊല്യൂഷനിലേക്ക് നോക്കാം. ഹോമോജീനിയസ് സൊല്യൂഷനിലെ c1 into 3 raised to n സിമിലർ ആയ ടേം ഉണ്ട്. c1 into 3 raised to n ഉണ്ട്. അപ്പോ a into 3 raised to n എടുക്കാൻ പറ്റില്ല. a into 3 raised to n എടുക്കാൻ പറ്റില്ല. പിന്നെ എന്തെടുക്കാം? a into n into 3 raised to n. a into n into 3 raised to n എടുത്താലോ ഹോമോജീനിയസ് സൊല്യൂഷനിലേക്ക് നോക്കാം. അതിന് സിമിലർ ടേം ഉണ്ട്. c2n 3 raised to n ഉണ്ട്. അപ്പോ a into n into 3 raised to n എടുക്കാൻ പറ്റില്ല. അപ്പോ n നെ സ്ക്വയർ ചെയ്യാം. a into n സ്ക്വയർ 3 raised to n. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യേണ്ട anp എന്ന് പറഞ്ഞാൽ എന്താണ്? a into n സ്ക്വയർ 3 raised to n. എന്തുകൊണ്ടാണ് a into 3 raised to n എടുക്കാഞ്ഞത്? ആ സിമിലർ ടൈം ഹോമോജീനിയസ് സൊല്യൂഷനിലുണ്ട്. c1 into 3 raised to n. ഇനി a into n into 3 raised to n എടുക്കാഞ്ഞ എന്താണ്? അതും ഈ ഹോമോജീനിയസ് സൊല്യൂഷനിലുണ്ട്. c2n into 3 raised to n. അതുകൊണ്ടാണ് a into n സ്ക്വയർ 3 raised to n എടുത്തത്. ഇനി അത് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? an plus 2 minus 6an plus 1 plus 9an is equal to 7 into 3 raised to n ആണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ an ഇതാണെങ്കിൽ an plus 2 എന്തായിരിക്കും? a into n ന്റെ സ്ഥാനത്ത് n plus 2 the whole square 3 raised to n plus 2. n ന്റെ സ്ഥാനത്ത് n plus 2 കൊടുക്കുന്നു. അടുത്തതില് minus 6 into a into n plus 1. n ന്റെ സ്ഥാനത്ത് n plus 1 കൊടുക്കുന്നു. n plus whole square 3 raised to n plus 1. ഇനി പ്ലസ് അടുത്ത ടൈം എന്താണ്? 9a. അപ്പോൾ 9 into n ന്റെ സ്ഥാനത്ത് a into n square 3 raised to n is equal to 7 into 3 raised to n. ഇങ്ങനെ നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. an plus 2 ന് പകരം a into n plus 2 whole square into 3 raised to n plus 2. n is replaced by n plus 2. രണ്ടാമത്തെ കേസിലെ an plus 1 n ന്റെ സ്ഥാനത്ത് n plus 1 കൊടുക്കുന്നു. 6a into n plus 1 whole square into 3 raised to n plus 1 പ്ലസ് മൂന്നാമത്തെ കേസിലെ 9 into a into n square 3 raised to n equal to 7 into 3 raised to n. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ that is ഇവിടെ a into ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ n square plus 4 plus 4n n plus 2 whole square expand ചെയ്തു. n square plus 4 plus 4n 3 raised to n plus 2 എങ്ങനെ എഴുതാം? 3 raised to n into 9. law of indices ഉപയോഗിച്ച് x raised to n plus n എന്നുള്ളത് x raised to n into x raised to n. അപ്പോൾ 3 raised to n plus 2 എന്നുള്ളത് 3 raised to n into 9 minus 6a into n square plus 1 plus 2n into 3 raised to n into 3 plus 9a n square 3 raised to n equal to 7 3 raised to n. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുമുള്ള 3 raised to n കട്ട് ചെയ്ത് കളയാം.
എല്ലാ ടൈമിൽ നിന്ന് 3 അഡിഷൻ കട്ട് ചെയ്ത് കളയുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? a into n square plus 4 plus 4n into 9 minus 6a into n square plus 4n square plus 1 plus 2n into 3 plus 9a n square 3 raised to n equal to 7 into 3 raised to 7. Right answer is 7 raised to 3 ഉണ്ട്. അപ്പോൾ എല്ലാ ടൈമിലുള്ള 3 raised to n നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ ടൈമിനെ 3 raised to n ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് എന്ത് വരും? a into n square plus 4 plus 4n into 9. സെക്കൻഡ് ടൈം എന്ത് വരും? -6a into n square plus 1 plus 2n into 3. അടുത്ത ടൈം എന്ത് വരും? 9an square 3 raised to n equals 7. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ ടൈം 9 into a 9an square. അടുത്ത ടൈം എന്താണ്? 4 36a 436a. അടുത്ത ടൈം എന്താണ്? 4 36an 36a മൈനസ് അടുത്ത ടൈമില് 3 18an സ്ക്വയർ. എന്താണ്? 3 18 മൈനസ് 18a 18a. അടുത്തെന്താണ്? 3 18 36 അപ്പൊ 36a പ്ലസ് ഇവിടെ എന്താണ്? 9an സ്ക്വയർ 3 raised 9a ഇവിടെ 3 അഡിഷൻ പോയതാണ്. 9an സ്ക്വയർ ഈസ് ഈക്വൽ ടു 7. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റേജിൽ ചെയ്തത് എന്താണ്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 9 കൊണ്ട് വിളിക്കുമ്പോൾ 9an സ്ക്വയർ 9a into 4 36a 9 into a 4 എന്ന് 36a. ആദ്യത്തെ ടൈം ഇത്രയും വരും. രണ്ടാമത്തെ 6a 3 കൊണ്ട് വിളിച്ചാൽ 18an സ്ക്വയർ. പിന്നെ വീണ്ടും 3 കൊണ്ട് വിളിക്കുമ്പോൾ 18a മൈനസ് ആണ് 18 36an പ്ലസ് 9an സ്ക്വയർ ഈക്വൽ ടു 7. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്യാം. ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? ഇവിടെ നോക്കി 9an സ്ക്വയറും 9an സ്ക്വയറും കൂട്ട് 18 വരും. അപ്പൊ ഈ 18an സ്ക്വയർ ക്യാൻസൽ ആയി പോകും. പിന്നെ ഏതാ ക്യാൻസൽ ആവണം നോക്കിയേ? ഈ 36an ക്യാൻസൽ ആയി പോകും. പിന്നെ നമുക്ക് ബാക്കിയുള്ള എന്താണ്? 36a മൈനസ് 18a 36a 18a കുറച്ചാൽ 18a എന്ന് വരും. That is equal to 7. Therefore, a യുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 7/18. Therefore, the value of a is equal to 7/18. Therefore, നമ്മുടെ ANP എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ a യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 7/18 കൊടുക്കുമ്പോൾ 7/18 into n square 3 raised to n. അപ്പോൾ ANP നമുക്ക് കിട്ടി 7/18 into 7/18 into n square into 3 raised to n കിട്ടി. അപ്പോ ANH കിട്ടി, ANP കിട്ടി. Therefore നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ AN is equal to therefore AN is equal to ANH എന്തായിരുന്നു? ANH എന്ന് പറഞ്ഞാൽ C1 plus C2n into 3 raised to n ആയിരുന്നു. പ്ലസ് അടുത്തെന്താണ്? 7/18 n square 3 raised to. ഇതാണ് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ. ഇനി ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? C1 C2 കണ്ടുപിടിക്കാനായിട്ട് രണ്ട് ബൗണ്ടറി കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആ ബൗണ്ടറി കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a0 is equal to 1 എന്ന് പറഞ്ഞാൽ 1 is equal to ഇവിടെ n-ന്റെ സ്ഥാനത്തൊക്കെ 0 കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ ആദ്യത്തെ ടൈം C1 വരും. ഈ ടൈം 0 ആയി പോകും. 3 ൽ 0 1 ആണ്. അപ്പോ C1 ഇവിടെ നമുക്ക് n-ന്റെ 0 കൊടുത്തു കഴിയുമ്പോൾ C1 is equal to നമുക്ക് 1 എന്ന് കിട്ടും. C1 ന്റെ വാല്യൂ 1 കിട്ടി. ഫസ്റ്റ് കോൺസ്റ്റന്റ് C1 is equal to 1. ഇനി അടുത്ത കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് അടുത്ത ബൗണ്ടറി കണ്ടീഷൻ a1 is equal to 4 കൊടുക്കുക. a1 is equal to 4 കൊടുക്കുമ്പോൾ 4 is equal to ഇവിടെ C1 plus C2 n-ന്റെ സ്ഥാനത്ത് കൊടുക്കുമ്പോൾ C1 plus C2 into 3 raised to 1 അപ്പോൾ 3 വരും പ്ലസ് 7/18 into n-ന് 1 കൊടുക്കുമ്പോൾ 1 വരും. ഇവിടെ n-ന് 1 കൊടുക്കുമ്പോൾ 3 വരും. അപ്പോൾ നമുക്ക് എത്ര കിട്ടണേ? 4 is equal to ഇവിടെ C1 നമുക്ക് കിട്ടിയിട്ടുണ്ട് 1 എന്നാണ്. അപ്പോൾ 1 plus C2 into 3 പ്ലസ് ഇവിടെ 7/21/18. അപ്പൊ 21/18 ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 14 മൈനസ് 21/18 is equal to 1 plus C2 into 3 എന്ന് വരും. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4 32 4 4 3 72 മൈനസ് 21/18 വരും. That is equal to 1 plus C2 into 3 എന്ന് വരും. അപ്പൊ 72 ന്ന് 21 കുറച്ച് കഴിയുമ്പോൾ 72 മൈനസ് 21 2 1 7 2 5 അപ്പൊ 51 വരും.
അപ്പോ 51/18 ഇസ് ഈക്വൽ ടു 1 പ്ലസ് C2 ഇൻറ്റു 3 എന്ന് വരും. 1 പ്ലസ് C2 ഇൻറ്റു 3. ഞാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സിംപ്ലിഫൈ ചെയ്തെടുക്കാനായിട്ട് 51/18 ദാറ്റ് ഈസ് 51/18 ഇൻറ്റു 3 is equal to 1 plus C2. That is 51 divided by 124 3 54 ഈ 1 കൊണ്ടുവരാ 1 is equal to C2. അപ്പൊ 51 minus 54 by 54 is equal to C2 എന്ന് പറഞ്ഞാൽ C2 ന്റെ വാല്യൂ എത്ര കിട്ടും? 50 നിന്ന് 54 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് -3 വരും. അപ്പോൾ -3/54 വരും. -3/54 വരും. -3/54 ഒന്നുകൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് C2 ന്റെ വാല്യൂ എത്ര കിട്ടും? -1/80. 324 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ C2 is equal to -1/80 കിട്ടും. Therefore നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ C1 is equal to 1 ആണ് കിട്ടിയിരിക്കുന്നത്. Therefore final solution will be A is equal to C1 ന്റെ സ്ഥാനത്ത് കൊടുക്കണം 1 പ്ലസ് C2 ന്റെ സ്ഥാനത്ത് കൊടുക്കണം -1/80 into n 3 raised to n plus 7/18 n square 3 raised to n എന്നാണ് നമുക്ക് അവസാനം കിട്ടുന്ന ആൻസർ. The final answer will be A is equal to 1 plus -1/18 into n into 3 raised to n plus 7/18 into n square 3 raised to n ആണ് ഇത് അവസാനം നമുക്ക് കിട്ടുന്ന ഫൈനൽ സൊല്യൂഷൻ. ഇതൊരു സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് നോൺ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ ആണ്. അപ്പോൾ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ANH plus ANP ആണ്. ആദ്യം നമ്മൾ ANH കണ്ടുപിടിച്ചു. ANH കണ്ടുപിടിക്കാൻ റൈറ്റ് ഹാൻഡ് സൈഡ് പവർ 0 ആക്കി വെച്ചു. റൈറ്റ് ഹാൻഡ് സൈഡ് പവർ 0 ആക്കി വെച്ചിട്ട് ANH കണ്ടുപിടിച്ചു. ഇവിടെ റൂട്ട്സ് റിപ്പീറ്റഡ് ആയിരുന്നു. Therefore case 2 നമ്മൾ അപ്ലൈ ചെയ്തു. കേസ് 2 പറയുന്നത് എന്താണ്? C1 plus C2 n into 3 raised to n ആണ്. അപ്പോൾ ഇവിടെ R എന്ന് പറയുന്നത് C1 plus C2 n into R raised to n ആണ്. ഇവിടെ R എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ C1 plus C2 n into R ന് പകരം 3 raised to n കൊടുത്തു. അപ്പോൾ C1 plus C2 n into 3 raised to n. അതാണ് ANH. ഇനി നമുക്ക് ANP കണ്ടുപിടിക്കണം. ANP കണ്ടുപിടിക്കാനായിട്ട് assume ANP is equal to ഇവിടെ നമ്മൾ ANP എടുത്തത് എന്താണ്? A into n square 3 raised to n എടുത്ത്. എന്തുകൊണ്ടാണ് A into n square 3 raised to n എടുത്ത്? A into 3 raised to n എടുത്താൽ അതിന്റെ സിമിലർ ടൈപ്പ് ഹോമോജീനിയസ് സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ അത് എടുക്കാൻ പറ്റില്ല. A n into 3 raised to n എടുത്താൽ അതിന്റെ സിമിലർ ടൈപ്പ് C2 n into 3 raised to n ഉണ്ട്. അത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് A into n square എടുത്തു. A into n square 3 raised to n എടുത്തു. അങ്ങനെ A into n square 3 raised to n എന്ന് എടുത്തതിന് ശേഷം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ എയുടെ വാല്യൂ നമുക്ക് 7/18 എന്ന് കിട്ടും. അപ്പൊ എയുടെ വാല്യൂ നമുക്ക് 7/18 കിട്ടി. ANP കിട്ടി. ഇനി നമുക്ക് C1 C2 എന്നുള്ള രണ്ട് കോൺസ്റ്റന്റ് കിട്ടണം. അതിന് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നു. നമുക്ക് രണ്ട് ബൗണ്ടറി കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആ ബൗണ്ടറി കണ്ടീഷൻസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് C1 ന്റെ C2 ന്റെ വാല്യൂ കിട്ടും. C1 ന്റെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടും. C2 ന്റെ വാല്യൂ നമുക്ക് -1/18 എന്ന് കിട്ടും. Therefore the final solution AN is equal to എന്താണ്? The final solution AN is equal to 1 plus -1/18 into n. കണ്ടോ? C1 ന്റെ സ്ഥാനത്ത് 1 കൊടുത്തു. C2 ന്റെ സ്ഥാനത്ത് -1/18 into n ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു into 3 raised to n plus 7/18 into n square into 3 raised to n. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആയിട്ട് കിട്ടുന്ന സൊല്യൂഷൻ. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഓക്കെ, ശരി.